ഇന്നത്തെ കാലത്ത് വളരെയധികം പുരുഷന്മാരിൽ വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമായി കാണുന്നത് ടെസ്റ്റിക്കുലർ ഫെയിലിയർ ആണ്. അതായത് കൃത്യമായിട്ട് നമ്മളുടെ ടെസ്റ്റിസ് അഥവാ വൃഷ്ണങ്ങൾ വർക്ക് ചെയ്യാത്ത അവസ്ഥ. ഒന്നാമത്തെ കാരണമാണ് ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ. ക്ലിൻഫിൽട്ടർ സിൻഡ്രോം അതുപോലെ മറ്റ് ജനിതകപരമായിട്ടുള്ള ചില കാരണങ്ങൾ മൂലം ഇത്തരം ടെസ്റ്റിക്കുലർ ഫെയിലിയറിലേക്ക് എത്താം. അതേപോലെ തന്നെ രണ്ടാമത്തെ കാരണമാണ് ഹോർമോണുകളുടെ വ്യത്യാസം. തൈറോയ്ഡ് ഹോർമോൺ, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള LH, FSH എന്നീ ഹോർമോണുകൾ, ഇവയുടെ എല്ലാം വ്യത്യാസം കാരണം ഈ ഒരു ടെസ്റ്റിക്കുലർ ഫെയിലിയറിലേക്ക് വരാം. മൂന്നാമത്തെ കാരണമാണ് വെരിക്കോസീൽ. വെരിക്കോസീൽ എന്ന് പറയുന്നത് നമ്മളുടെ വൃഷ്ണങ്ങൾക്കുള്ളിലെ ഞരമ്പുകൾ വീങ്ങുന്ന അവസ്ഥയാണ്. നാലാമത്തെ ഒരു കാരണമാണ് ഈ ഒരു വൃഷ്ണങ്ങൾക്ക് വരുന്ന ഇൻഫെക്ഷനുകൾ. നമ്മളുടെ മംസ് അഥവാ പിണ്ടി വീക്കം പോലുള്ള അവസ്ഥ, അതേപോലെ ചില വെനറൽ ഡിസീസുകൾ, ഇതെല്ലാം ഈ ഒരു ടെസ്റ്റിസിനെ ബാധിക്കുകയും ഈ ഒരു ഇൻഫെക്ഷൻ അവിടെ നിലനിൽക്കുന്നത് കാരണം ടെസ്റ്റിസ് മെല്ലെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരികയും അവിടെ ടെസ്റ്റിക്കുലർ ഫെയിലിയർ സംഭവിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ കാരണമാണ് ടെസ്റ്റിസിന് വരുന്ന പരിക്കുകൾ. ഒരു മേജർ ഇഞ്ചറികൾ എന്തെങ്കിലും സംഭവിച്ചാൽ മെല്ലെ ഈ ഒരു ടെസ്റ്റിസിന് ഡാമേജ് ആവുകയും അവിടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യും. മറ്റൊരു കാരണമാണ് റേഡിയേഷനും അതുപോലെ കീമോതെറാപ്പിയുടെയും സൈഡ് എഫക്റ്റ് കാരണവും ടെസ്റ്റിക്കുലർ ഫെയിലിയർ സംഭവിക്കാം. പിന്നീട് ചില അപസ്മാരത്തിൻ്റെ മരുന്നുകളും അതുപോലെ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കൊടുക്കുന്ന ചില മരുന്നുകളുടെ റിയാക്ഷൻ കാരണവും ഈ ഒരു ടെസ്റ്റിസിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ടെസ്റ്റിക്കുലർ ഫെയിലിയറിലേക്ക് എത്തുകയും ചെയ്യാറുണ്ട്. മറ്റൊരു കാരണമാണ് റേഡിയേഷനും അതുപോലെ കീമോതെറാപ്പി